ഹലോ ഗൈസ്, നമ്മൾ ചെറുക്കര ചന്ത കാണാൻ വേണ്ടി പോവുകയാണ്. ഇത്തിരി താമസിച്ച് പോയി, ഓട്ടം ഉണ്ടായിരുന്നു. ഓട്ടത്തിൻ്റെ ഇടയിലും നിങ്ങൾക്കും കൂടെ ചന്ത കാണിച്ചു തരാൻ വേണ്ടിയാണ് ചന്തയിലോട്ട് പോണത്. അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ചെറുക്കര എത്തിയിരിക്കുകയാണ്. വണ്ടി ഇതോ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ്. അമ്മേനെയും വൈഫിനെയും കൊച്ചിനെയും അമ്പലത്തിലാക്കിയിട്ടാണ് ഞാൻ വണ്ടി കൊണ്ട് അവിടെ പാർക്ക് ചെയ്തത്. എന്നിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇതാണ് ആർച്ച് കഴിഞ്ഞിട്ടാണ് ലൈറ്റൊക്കെ തുടങ്ങുന്നത്. പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാരൊക്കെയാണ് ഫുൾ നിയന്ത്രിക്കുന്നത് ഈ നട്ടുച്ചയ്ക്ക്. അങ്ങനെ ഞാൻ അമ്മേനെയും വൈഫിനെയും കൊച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കൊച്ചി തന്നെ എടുക്കാൻ വേണ്ടി അച്ഛാന്ന് പറഞ്ഞ് വന്ന്. അങ്ങനെ ഇതാണ് അമ്പലം, ചെറുക്കര അമ്പലം ഫ്രണ്ട് ഭാഗം. ഇത് കൊടയാണ്, കൊട ലൈറ്റ്. രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റൊക്കെ കത്തും. ഇത് എല്ലാവരും ഇട്ടിട്ടുണ്ട് ബ്ലോഗർമാരൊക്കെ. അങ്ങനെ പയ്യെ ചന്തയുടെ അടുത്തോട്ട് നടന്നു പോവുകയാണ്. നല്ല തിരക്കുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അവിടെ തിരക്ക് കണ്ട ജനങ്ങൾ കണ്ട. ഇതാണ് കത്തിയൊക്കെയാണ്, പിച്ചാത്തിയൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം ചന്തയുടെ അടുത്ത് എത്തി. ഇതാണ് ആദ്യത്തെ അങ്ങോട്ട് കയറുമ്പോൾ ഉള്ള മീൻ. അതൊരു ചേച്ചിമാരാണ്. നല്ല ചൂരമീനും കൊഞ്ചും കണവയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ട ചന്തയാണ്. ചന്തയിൽ നല്ല തിരക്കുണ്ട്. ഇതാണ് കപ്പ, കിഴങ്ങ്, മരച്ചീനി എന്നൊക്കെ പറയും. അങ്ങനെ വലിയ മീനെ കണ്ട്. ഇത് കേരമീനാണെന്ന് തോന്നുന്നു, വലിയ കര. ചേട്ടൻ എന്താ കേരമീൻ കിലോ ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. കിലോ 300-400 400 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വില ചോദിച്ചില്ല. ഇതാ കൊഞ്ചും വെറൈറ്റി മീനൊക്കെ ഉണ്ട്, വാളയൊക്കെ ഉണ്ട്. ഇത് അടുത്തതാണ്. ഇത് വേളമീനാണെന്ന് തോന്നുന്നു. വേളമീൻ സത്യം പറഞ്ഞ മീനിൻ്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല. ഇത് കണ്ടിട്ട് വേള മീനായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ അത് കമൻറ്റ് ചെയ്യണം. ഇത് എല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു മീൻ മാത്രം വെച്ചിട്ടുണ്ട്. ഒരു അമ്മയാണ്. അമ്മമ്മേൻ്റെ കൊഞ്ചും വേളമീനും വേറെ ഏതൊക്കെ മീനുണ്ട്. ഇതൊരു മാമനാണ്. മാമൻ്റെ കയ്യിൽ അത്യാവശ്യം കഴിയാറായി, ഏകദേശമൊക്കെ ആയി. അങ്ങനെ ഇതിലൊന്നുമില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയാക്കെയാണ്. ഇത് വേറൊരു ചേച്ചിയാണ്. ചേച്ചിയുടെ കയ്യിൽ ചുവപ്പ് മീനും കൊഞ്ചും കണവയും എല്ലാം ആയിട്ട്. ചുവപ്പ് മീൻ്റെ പേര് ഞാൻ മറന്നു, എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇതൊരു അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ അയിലയും കൊച്ചു ചൂരയൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ ഇത് കൊഞ്ചാണ്, നല്ല കൊഞ്ചാണ്. അങ്ങനെ കൊഞ്ച് തൂക്കി കൊടുക്കുകയാണ് ഒരു അപ്പൂപ്പൻ. നല്ല കൊഞ്ച് കറി വയ്ക്കാനായിട്ട്. ചന്ത ഇങ്ങനെ തിരക്കുകളിങ്ങനെ കൂടിക്കൊണ്ട് തന്നെ വരികയാണ്. നല്ല തിരക്കുണ്ട്, കൂടിക്കൊണ്ട് തന്നെ. അപ്പോൾ അതാണ് നമ്മൾ വീട്ടിൽ അടുത്തുള്ളൊരു പയ്യനെ കണ്ടത്. പയ്യൻ മീനൊക്കെ വാങ്ങി പോവുകയാണ്. നല്ല മുതുക്ക് വാളയുണ്ട്, മുതുക്ക് വാള ഈ ചേട്ടൻ്റെ കയ്യിൽ. നല്ല മുതുക്ക് വാളയൊക്കെ കണ്ട് ചേട്ടൻ പറയാണ് നല്ല വാളയാണ്, ഫ്രഷ് വാളയാണ്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അങ്ങനെ ഈ ചേട്ടൻ്റെ കയ്യിൽ കുറേ മീനുണ്ട്. വാളയുണ്ട്, ചൂരയുണ്ട്, അയിലുണ്ട്, ചോപ്പും കോരയുണ്ട്. അതിനുള്ള ചേച്ചിമാരൊക്കെ ഞാൻ വിലയൊക്കെ ഇങ്ങനെ പൈസയാണ് എത്ര രൂപയെന്നൊക്കെ ചോദിക്കുകയാണ്. അതിൽ അത്യാവശ്യം എല്ലാ മീനുകളും ഉണ്ട്. ചെറുക്കര ചന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭവമാണ്. ഈ ചെറുക്കര നമ്മളെ ഉത്സവമാണ്, ഈ ജനങ്ങളുടെ ഉത്സവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചന്തയാണ്. വീടുകളിൽ വന്നൊരു ഓണത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. ഇത് ആരീതാണ്. ആരീസിൻ്റെ മീനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ? പൊളി, സൂപ്പർ, പൊളി. ഇതിപ്പോൾ കണ്ടത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ്. മുടിയൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, മുടിയൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്തോട്ട് പോയി. ഇത് ഷെവീക്കിൻ്റെ അച്ഛനാണ്. ഷെവീക്കിൻ്റെ അച്ഛൻ ഒരുപാട് മീനൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിമാരും പിള്ളേർക്കൊക്കെയാണ്. അങ്ങനെ ഇത് അടുത്തൊരു മീൻ കണ്ട്. ഇതും ചൂരമീനാണ് കൂടുതൽ കേട്ടോ. ചെറുക്കര ചന്തയിൽ ചൂരമീനാണ് കൂടുതലായിട്ടുള്ളത്. മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അടുത്ത് അറിയാവുന്ന ചേട്ടന്മാരാണ്. ഇതൊരു ചേച്ചിയാണ് മീൻ വിൽക്കുന്നത്. മീൻ വാങ്ങിയ നീ എന്തിനു മീൻ വാങ്ങിയില്ലേ? ഓക്കെ, ശരി പോട്ടെ. അങ്ങനെ അത് മെസ്സിയുടെ അമ്മയാണ്. പിന്നെ വേറൊരു പയ്യനെയാണ് നമ്മൾ സ്വന്തപ്പെട്ട. അങ്ങനെ ഈ ചേട്ടനും നമ്മളെ അടുത്തുള്ളയാണ്. ചേട്ടൻ മീനൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കളയാട്, പിച്ചാത്തി തൊട്ട് ഫ്രഷായിട്ട് ഇവിടെ വെട്ടിക്കൊടുക്കും. മൊത്തത്തിൽ ഈ ചേട്ടനെ അറിയാവുന്നതാണ്. ഈ ചേട്ടൻ്റെയും ചോപ്പ് മീനാണ്. എങ്ങനെ ഉണ്ടായിരുന്ന കച്ചവടമൊക്കെ?
ഉണ്ടായിരുന്ന കച്ചവടം ഉണ്ടായിരുന്ന ചെറുക്കരനടയിലേക്ക് സ്വാഗതം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കവിക്ക്? സൂപ്പർ ആയിരുന്നല്ല? ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ പോട്ടണ്ണ, ശരി ശരി. അത് ഉല്ലാസ് അണ്ണനും ഷെവിക്കും ആയിരുന്നു. ഇതാണ്ട് ഇത് വിമലാണ്. വിമൽ കഴിഞ്ഞല്ല പോയി. അങ്ങനെ ചന്ത അവസാന ഘട്ട എത്തിയിരിക്കുകയാണ്. ഏകദേശമൊക്കെ ആയി. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മീനൊക്കെ കണ്ട് നമ്മളൊരു മീനൊക്കെ വാങ്ങി അത് എടുക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ? സൂപ്പർ അല്ലേ? അങ്ങനെ മീനിൻ്റെ ലാസ്റ്റ് ചേട്ടൻ വെട്ടയാണ് മീനൊക്കെ. ചന്ത ഏകദേശം നമ്മൾ ചന്ത ഇങ്ങനെ കണ്ട് അവസാനം ചോപ്പം കോരയും കൊഞ്ചൊക്കെ കണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ എല്ലാ മീനും ചൂരയാണ് കേട്ടോ മൊത്തത്തിൽ കൂടുതലായിട്ടുള്ളത്. ചൂര, വേള, അതാ കല്ലുമ്മൊക്കെ കണ്ടിരിക്കുകയാണ്. ചിപ്പി എന്നൊക്കെ പറയും. അത് ഇതും 50 രൂപയാണ് പറയുന്നത് ചേട്ടൻ വില. ഇവിടെ ചെറുതാണ് 50 രൂപ കൊടുക്കുകയാണ്. ഇവിടെ 100 രൂപയാണ്. ഇത് വെച്ചിട്ട് വലുതാണ്. കല്ലുമ്മക്കായൊക്കെ എന്തൊരു രുചിയെന്നറിയാമോ? ചേച്ചി ഉണ്ട് കൂടെ, ആ ചേട്ടൻ്റെ കൂടെ. അങ്ങനെ നല്ല ഫ്രഷ് ചാളയും കൂടെ കണ്ടിരിക്കുകയാണ് ചെറുക്കരയിൽ. നല്ല ഫ്രഷ് ചെറുക്കരയിൽ ചാളയൊക്കെ കണ്ടിരിക്കുകയാണ്. അടിപൊളി. അങ്ങനെ ചന്തയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പോവുകയാണ്. അപ്പോഴും അവിടെ ആളുണ്ട്. തിരിച്ചിതാ പോവുകയാണ്. ഇത് മലക്കറിയാണ്. ഉള്ളിയും തക്കാളിയും എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഉരുളൻകിഴങ്ങും ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമ്മളിതാ അമ്മയ്ക്ക് പിച്ചാത്തി വേണമെന്ന് പറഞ്ഞ് വെട്ടെത്തി. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി ചെറുക്കനായിട്ട് വില പേശിയത്. ഇത് കളിപ്പാട്ടങ്ങളൊക്കെയാണ്. അങ്ങോട്ട് മിച്ചർ, ചിപ്സ് അങ്ങനെയുള്ള ഐറ്റങ്ങളും ഉണ്ട്. കളിപ്പാട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഭാഗത്തോട്ടുള്ളത്. കൊച്ചുങ്ങളുള്ള അമ്മമാർ, ചേട്ടന്മാർ, മാമന്മാർ, അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ എല്ലാവരും വരേണ്ടതാണ്. മൊത്തത്തിൽ ഇവിടെ കൊച്ചുങ്ങൾക്ക് വേണ്ട ഇഷ്ടംപോലെ കടകളുണ്ട്. ചെറുക്കരയിലെ ലാസ്റ്റ് ഉത്സവമാണ്. ഇനി ചെറുക്കരയിൽ ഇങ്ങനെ ഉത്സവം കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വരേണ്ടതാണ്. ചന്ത ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് കുതിരയുണ്ട്. 5 മണിക്ക് കുതിരയുണ്ട്. സിനി സന്തോഷ് ബ്ലോഗാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. നമ്മളെ ചേച്ചിയാണ്. മീനൊക്കെ വാങ്ങാൻ പോണേ ഉള്ളു. ഓക്കെ ഓക്കെ, ഐസ്ക്രീം മേടിച്ച് കൊടുക്കണേ കേട്ടോ. ഓക്കെ. ആ ചേച്ചിയൊക്കെ കണ്ട് തിന്നാനുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. തിന്നാനുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. മൊത്തത്തിൽ ഒരു ചേച്ചി മുറുക്കാനൊക്കെ വിൽക്കാൻ വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു അമ്മ മുറുക്കാനൊക്കെ വിൽക്കുകയാണ്. അങ്ങനെ ഇത് കലങ്ങളാണ്, ചട്ടുകളാണ്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. വേണ്ടവർ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. ഇങ്ങനെ ഒരു ഉത്സവവും ഇങ്ങനെ ഒരു കാഴ്ചകളും അതുകൊണ്ട് പറയാണ്. ഇപ്പോൾ അമ്പലത്തിലോട്ട് ആനേനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാക്കുകയാണ്. അപ്പോൾ അമ്മ അതിന് മുന്നേ ഈ സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വേണ്ടി, ഇതിൻ്റെ പേര് എന്തിനാ ഞാൻ മറന്നുപോയി, നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. അത് ലക്ഷ്മിയുടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇന്നിതാ അമ്പലത്തിലേക്ക് ആനേനെ കൊണ്ടുവരികയാണ്. ആ കാഴ്ചയും കൂടെ നമുക്ക് ഇത് ലൈവായിട്ട് തന്നെ കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. സംഘത്തിന്റെ വരവൊരുങ്ങുമ്പോൾ ഈ വരവിന്റെ നായകത്വം ആവേശഭരിതമാക്കി അവതരിക്കും ആനയടിക്കാരനും തളത്താവിളക്കാരനും ഒരുവൻ പേരും പെരുമയും. അങ്ങനെ ആനനെ കണ്ട് ആനയൊക്കെ അമ്പലത്തിലോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോണ വഴിയാണിത്. അങ്ങനെ
മേടിച്ച് നീ എന്നെ കൂടെ എന്തൊരു മീൻ വാങ്ങിയ എത്ര രൂപ 400 രൂപ. വാവ് കൂട്ടാൻ പടി. നമ്മളങ്ങനെ ചന്തയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ്. കട്ട വേലി തളർന്നുപോയി. ഇനി ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ലക്ഷ്മിയൊക്കെ മതി എന്ന് പറഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഇത് ടാറ്റ പറ. ടാറ്റ.